തന്റെ കരിയറിൽ ഇടയ്ക്ക് മറ്റു ഭാഷയിൽ മമ്മൂട്ടി സാന്നിധ്യം അറിയിക്കാറുണ്ട്. തമിഴിലും തെലുങ്കിലും ശ്രദ്ധേയമായ ഒരുപിടി സിനിമകളുടെ ഭാഗമാവാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു. തമിഴിൽ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷമാണ് മമ്മൂട്ടി ചെയ്തത്. മമ്മൂട്ടിയുടെ രീതികളെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചുമെല്ലാം മറ്റു ഭാഷയിലെ ഫിലിം മേക്കേഴ്സിന് നന്നായി അറിയാം. മലയാളത്തിൽ വ്യത്യസ്തമായ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന താരം മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് അത്ര ശ്രദ്ധ കൊടുക്കുന്നുമില്ല. അതേസമയം മോഹൻലാൽ തമിഴിലും തെലുങ്കിലും അടുത്തിടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. റിലീസ് ചെയ്യാനിരിക്കുന്ന കണ്ണപ്പ ഉൾപ്പെടെയുള്ള ബിഗ് ബജറ്റ് തെലുങ്ക് സിനിമകളിൽ മോഹൻലാൽ വേഷമിടുന്നുണ്ട്. മമ്മൂട്ടി നിരസിച്ച തെലുങ്ക് ചിത്രത്തിന്റെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. പവൻ കല്യാണോ പോലുള്ള ചിത്രമാണ് നടൻ വേണ്ടാന്ന് വെച്ചത്. ഒരിക്കൽ നിർമ്മാതാവ് അല്ലു അരവിന്ദൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2019 മാമാങ്കം എന്ന സിനിമയുടെ പരിപാടിക്കിടെയാണ് അല്ലു അരവിന്ദൻ ഇതിനെക്കുറിച്ച് വിവരിച്ചത്. പവൻ കല്യാൺ സിനിമയിലെ വില്ലൻ വേഷത്തിലേക്കാണ് മമ്മൂട്ടിയെ പരിഗണിച്ചത്. പ്രധാന റോൾ ആണെന്ന് പറഞ്ഞെങ്കിലും മമ്മൂട്ടി സിനിമ നിരസിച്ച് എന്താണ് കാരണമെന്ന് അന്ന് മമ്മൂട്ടി വ്യക്തമാക്കി. ചിരഞ്ജീവിക്ക് ഇതേ റോൾ നിങ്ങൾ ഓഫർ ചെയ്യുമോ എന്ന് മമ്മൂട്ടി അല്ലു അരവിന്ദനോട് തിരിച്ചു ചോദിച്ചു. ഇതോടെ അല്ലു അരവിന്ദന് തെറ്റ് മനസ്സിലായി. തൻ്റെ താരമൂല്യത്തിന് ചേരാത്ത റോൾ ആയതിനാൽ മമ്മൂട്ടി ഈ സിനിമ നിരസിച്ചത്. എന്താണ് സിനിമയെന്ന് അന്ന് അല്ലു അരവിന്ദ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2008-ൽ പുറത്തിറങ്ങിയ ജൽസ എന്ന ചിത്രമാണെന്ന് ആരാധകരുടെ അനുമാനം. ഇന്ന് ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് പവൻ കല്യാൺ. ടോളിവുഡിലെ വലിയ ജനപ്രീതിയുള്ള താരമാണ് അദ്ദേഹം ഇപ്പോഴും. സൂപ്പർ താരം ചിരഞ്ജീവിയുടെ അനുജനാണ് പവൻ കല്യാൺ. അന്നും ഇന്നും ടോളിവുഡിലെ ഏറ്റവും വലിയ പ്രബല ശക്തിയാണ് ചിരഞ്ജീവിയുടെ കുടുംബമാണ്. രാഷ്ട്രീയത്തിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. മമ്മൂട്ടി ടോളിവുഡിൽ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളെങ്കിലും മകൻ ദുൽഖർ സൽമാൻ ടോളിവുഡിന്റെ താരമാണ്. തുടരെ ഹിറ്റുകളുമായി മുന്നേറുന്ന ദുൽഖറിന് തെലുങ്ക് സിനിമാ ലോകത്ത് വലിയ ആരാധകവൃന്ദമുണ്ട്. ഒടുവിൽ പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ വൻ വിജയമായിരുന്നു. ഇന്ന് മലയാളത്തെക്കാളും തെലുങ്കിലാണ് ദുൽഖർ സൽമാൻ സജീവം.